കണ്ണൂരിന്റെ ചെന്താരകം കൂത്തുപറമ്പ് സമരത്തിന്റെ ജീവിക്കുന്ന രക്തസാക്ഷി സഖാവ് പുഷ്പൻ ഒരു ഓർമ്മയായിരിക്കുകയാണ്. സഖാവ് ഏറെ നാളുകളായി ആശുപത്രിവാസത്തിലായിരുന്നുവെങ്കിലും മുൻപ് പലതവണ മരണത്തെ മുഖാമുഖം കണ്ട് തിരിച്ചു വന്ന പോലെ സഖാവ് തിരിച്ചു വരും എന്ന പ്രതീക്ഷയിലായിരുന്നു കണ്ണൂരിലെയും കേരളത്തിലെ മുഴുവൻ CPM-ന്റെ പാർട്ടി പ്രവർത്തകർ. സഖാവ് പുഷ്പനെ കുറിച്ച് ഓർക്കുമ്പോൾ, സഖാവ് പുഷ്പന്റെ ത്യാഗോജ്വലമായ സമര പോരാട്ടങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ, കൂത്തുപറമ്പ് സമരത്തെക്കുറിച്ചും അന്ന് നടന്ന വെടിവയ്പിൽ ജീവൻ നഷ്ടപ്പെട്ട 5 ധീരരായ രക്തസാക്ഷികളെ കുറിച്ചും പറയാതെ കടന്നുപോകാനാകില്ല. 1991 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 91 സീറ്റുകൾ നേടി വൻപിച്ച ഭൂരിപക്ഷത്തിൽ അധികാരത്തിലെത്തിയ കരുണാകരന്റെ നേതൃത്വത്തിലുള്ള UDF സർക്കാർ വലിയ തോതിൽ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയെ സ്വകാര്യ മേഖലയ്ക്ക് തീരെഴുതാനുള്ള ശ്രമങ്ങൾ കൊണ്ടുപിടിച്ച് നടത്തുന്ന കാലം. കണ്ണൂരിന്റെ ആശ്രയവും അഭിമാനവുമായ പരിയാരം മെഡിക്കൽ കോളേജിനെ പോലും സ്വകാര്യ മേഖലയ്ക്ക് തീരെഴുതാൻ MV രാഘവന്റെയും കരുണാകരന്റെയും നേതൃത്വത്തിൽ UDF ശ്രമിക്കുന്ന ആ കാലത്താണ് DYFI ഈ സ്വകാര്യവൽക്കരണത്തിനെതിരെ വലിയൊരു സമര പ്രഖ്യാപനവുമായി രംഗത്ത് വരുന്നത്. അന്ന് 1994 നവംബർ 25 കണ്ണൂരിലെ സഹകരണ ബാങ്കിന്റെ ശാഖാ ഉദ്ഘാടനത്തിനെത്തുന്ന UDF മന്ത്രിസഭയിലെ മന്ത്രിയായ MV രാഘവനെ തടയാൻ DYFI ഒരു തീരുമാനമെടുക്കുന്നു. DYFIയുടെ ആ തീരുമാനത്തിനനുസരിച്ച് സമരമുഖത്തേക്ക് ആയിരക്കണക്കിന് സഖാക്കളാണ് ഒഴുകിയെത്തിയത്. കരിങ്കൊടിയും DYFIയുടെ തൂവള്ളക്കൊടിയുമായി സമരമുഖത്ത് നിറഞ്ഞ ആ സഖാക്കളുടെ കൂട്ടത്തിൽ സഖാവ് പുഷ്പനുമുണ്ടായി. സഖാവ് പുഷ്പൻ കണ്ണൂരിലെ ഒരു കർഷക തൊഴിലാളി അംഗമായിരുന്നു. 8ാം ക്ലാസ് വരെ മാത്രം ഔദ്യോഗിക വിദ്യാഭ്യാസം ലഭിച്ച സഖാവ് അതിനുശേഷം ബംഗളൂരുവിലും മൈസൂരുവിലും കടകളിൽ ജോലി ചെയ്യുകയായിരുന്നു. ആ ഒരു കടകളിൽ ജോലി ചെയ്യുന്നതിനിടെ നാട്ടിൽ അവധിക്കെത്തിയപ്പോഴാണ് തൻ്റെ പ്രസ്ഥാനം ഇങ്ങനെ ഒരു സമരം നയിക്കുന്ന വിവരം സഖാവ് അറിയുന്നതും ആ സമരത്തിൻ്റെ ഭാഗമാകുന്നത്. MBR എന്ന MV രാഘവന്റെ വാഹനം കണ്ണൂരിലേക്ക് എത്തുന്നതിന് പിന്നാലെ, ഓഡിറ്റോറിയത്തിലേക്ക് കടക്കുന്നതിന് പിന്നാലെ വെടിവയ്പും ആരംഭിച്ചു. വെടിവയ്പിൽ അന്ന് DYFIക്കല്ല, കേരളത്തിന് തന്നെ നഷ്ടമായത് 5 ധീരരായ സഖാക്കളെയാണ്. സഖാവ് KK രാജീവൻ, സഖാവ് ഷിബുലാൽ, സഖാവ് റോഷൻ, സഖാവ് മധു, സഖാവ് ബാബു. ഇവർക്ക് പുറമെ സുഷിമ്ന നാഡിക്ക് ഗുരുതരമായി പരിക്കേറ്റ സഖാവ് പുഷ്പൻ ഒരു ജീവിക്കുന്ന രക്തസാക്ഷിയായി മാറി. അതിനുശേഷം സഖാവ് പുഷ്പന്റെ മുഴുവൻ കാര്യങ്ങളും നോക്കി നടത്തിയിരുന്നത് പാർട്ടി തന്നെയായിരുന്നു. സഖാവ് പുഷ്പൻ ഇപ്പോഴും പാർട്ടിയുടെ ഒരു ബ്രാഞ്ച് കമ്മിറ്റി അംഗമാണ്. സഖാവ് CPM-ന്റെ നോർത്ത് മേനംപ്രം ബ്രാഞ്ച് കമ്മിറ്റി അംഗമായി ഇപ്പോഴും തുടരുകയായിരുന്നു. ആ സഖാവിനെ ഇടക്കാലത്ത് ഉപയോഗിച്ചുകൊണ്ട് ഒരു കൂട്ടം വ്യാജ പ്രചരണങ്ങൾക്ക് സംഘപരിവാർ UDF കേന്ദ്രങ്ങൾ തുടക്കമിട്ടിരുന്നു. സഖാവിനെ പാർട്ടി ഉപേക്ഷിച്ചുവെന്നും പാർട്ടി സഖാവിനെ അവഗണിക്കുകയാണെന്നും എന്ന നിലയിലുള്ള വ്യാജ പ്രചരണങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ തോതിൽ കൊഴുത്തിരുന്നു. പക്ഷെ അന്ന് അതിനെതിരെയെല്ലാം പാർട്ടിക്ക് കവചമായി ആദ്യം രംഗത്ത് വന്നത് സഖാവ് പുഷ്പൻ തന്നെയായിരുന്നു. എന്നെ ഇത്രയുമാക്കിയ പാർട്ടിക്ക്, എന്നെ ഇപ്പോഴും കൂടെ കൊണ്ട് നടക്കുന്ന പാർട്ടിക്കൊപ്പം താനുണ്ട് എന്ന് മാധ്യമങ്ങളുടെ മുമ്പിൽ പ്രഖ്യാപിക്കാൻ സഖാവ് പുഷ്പന് ഒരു മടിയും ഉണ്ടായിരുന്നില്ല. എന്തായാലും സഖാവ് പുഷ്പന്റെ നഷ്ടം ഒരു നികത്താനാവാത്ത വിടവാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവും. Yep.